രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. കേരള ഘടകം പ്രസിഡന്റ് ആയതിനു പിന്നാലെ ബി.ജെ.പിയിൽ വൻ പൊട്ടിത്തെറി. ബി.ജെ.പി. മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന വി രാജേഷിനെതിരെ ഇംഗ്ലീഷിലും മലയാളത്തിലും തിരുവനന്തപുരമാകെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ രാജേഷ് സ്വരുക്കൂട്ടിയ സ്വത്തിന്റെ വിവരങ്ങൾ അന്വേഷിക്കണമെന്നാണ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ബി.ജെ.പിയിലേക്ക് കടന്നു വന്ന രാജേഷ് ചുരുങ്ങിയ കാലം കൊണ്ടാണ് കോടീശ്വരനായി മാറിയത്. മറ്റ് യാതൊരുവിധ വരുമാനമോ ജോലിയോ ഇല്ലാത്ത രാജേഷിന് ഇത്തരത്തിൽ സ്വത്ത് കുമിഞ്ഞുകൂടിയതിന് പിന്നിലെ കഥകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിയിലെ രാജേഷിന്റെ എതിർ ഗ്രൂപ്പുകളാണ് പോസ്റ്റർ പതിപ്പിച്ചതിന് പിന്നിലെന്ന് വിലയിരുത്തുന്നു. പാർട്ടിയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും വെച്ചു പൊറുപ്പിക്കുകയില്ലെന്ന് നിയുക്ത പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പോസ്റ്റർ പതിപ്പിച്ചവർ പാർട്ടി പ്രവർത്തകരാണെങ്കിൽ അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോസ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുക കൂടി ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയത്തിന് അടുത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ അന്നത്തെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റായിരുന്ന വി രാജേഷിന്റെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടന്നതായി ബി.ജെ.പി. ഉള്ളിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതെല്ലാം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച ആഭ്യന്തര അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് ഉറ്റുനോക്കിയാണ് ബി.ജെ.പി. അണികൾ. പോസ്റ്റർ ടിപ്പുമായി ഉണ്ടായ വിവാദങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ ജില്ലാ പ്രസിഡന്റായ കരമന ജയനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അറിയാൻ കഴിയുന്നത്. ബി.ജെ.പിയിൽ മുൻ പ്രസിഡന്റുമാർക്കുണ്ടായ ദുരവസ്ഥ രാജീവിനെയും ബാധിക്കുമോ, അതോ ഗ്രൂപ്പുകളെ ഒതുക്കി ബി.ജെ.പിക്ക് വൻ വിജയം കേരളത്തിൽ സമ്മാനിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ, വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.